പൂർണ്ണ ഇൻഫോടെക്കിന്റെ മൈക്രോസോഫ്റ്റ് വേർഡ് ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ടെക്സ്റ്റ് റാപ്പിംഗ് ആൻഡ് പിക്ചേഴ്സിനെ കുറിച്ചിട്ടാണ്. അതായത് വേർഡിനകത്ത് എങ്ങനെ ഒരു പിക്ചർ ഇൻസേർട്ട് ചെയ്യാം, പിക്ചറും അതുപോലെ ടെക്സ്റ്റും തമ്മിൽ എങ്ങനെ റാപ്പ് ചെയ്ത് യൂസ് ചെയ്യാം, അതുപോലെ ഒരു പിക്ചറിനകത്ത് എങ്ങനെ ബോർഡേഴ്സ് ആഡ് ചെയ്യാം, അതുപോലെ പല എഫക്ട്സും അതിനകത്ത് എങ്ങനെ ആഡ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഒരു ഡോക്യുമെന്റിനകത്ത് എങ്ങനെ ഒരു പിക്ചർ ആഡ് ചെയ്യാമെന്നാണ്, അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്യാമെന്നാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എവിടെയാണോ പിക്ചർ ഇൻസേർട്ട് ചെയ്യേണ്ടത് ആ ഒരു ലൊക്കേഷനിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ കേഴ്സർ പൊസിഷൻ ചെയ്യാം. അതിനുശേഷം ഇൻസേർട്ട് ടാബ് സെലക്ട് ചെയ്യുക. അതിനകത്ത് പിക്ചർ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ ചെറിയൊരു ആരോ കാണാം. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ആണ് വരിക. ഒന്ന് ദിസ് ഡിവൈസും മറ്റേത് ഓൺലൈൻ പിക്ചേഴ്സുമാണ്. ദിസ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി നമ്മുടെ സിസ്റ്റത്തിൽ വല്ല പിക്ചേഴ്സും സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലൊക്കേഷനിൽ പോയി അത് സെലക്ട് ചെയ്ത് ഈ ഡോക്യുമെന്റിനകത്ത് ഇൻസേർട്ട് ചെയ്യാനാണ് ഈ ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ വഴിയും പിക്ചേഴ്സ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഓൺലൈൻ പിക്ചേഴ്സും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഓൺലൈൻ പിക്ചേഴ്സിനകത്ത് കാണാൻ കഴിയും. അതിൽ നമുക്ക് വേണമെങ്കിൽ മ്യൂസിക് സെലക്ട് ചെയ്യാം. അപ്പോൾ മ്യൂസിക്കിൽ നമുക്ക് പിക്ചർ ഏതെങ്കിലും ഒരു പിക്ചർ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു പിക്ചർ സെലക്ട് ചെയ്യുന്നുണ്ട്, എന്നിട്ട് ഇൻസേർട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പിക്ചർ നമ്മുടെ ഡോക്യുമെന്റിനകത്ത് ഇൻസേർട്ടായി വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിന് റീസൈസ് ചെയ്യാവുന്നതാണ്. അതായത് ഇവിടെ എല്ലാ സൈഡിലും ഓരോ ഹാൻഡിൽ കാണാം. ഈ ഹാൻഡിൽ യൂസ് ചെയ്തിട്ട് ഈ ഒരു പിക്ചർ റീസൈസ് ചെയ്യാം. ഞാനിവിടെ കോർണർ ആരോ ക്ലിക്ക് ചെയ്തിട്ട് പിക്ചർ ഒന്ന് റീസൈസ് ചെയ്യുന്നുണ്ട്. ഇനി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പിക്ചർ ഒരു പൊസിഷനിൽ നിന്ന് വേറൊരു പൊസിഷനിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ആ ടെക്സ്റ്റുകളും അത് അലൈൻ ചെയ്യുന്നുണ്ടാവും. ഇപ്പം ചില സമയത്ത് ഇതിങ്ങനെ മൂവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം വന്നിട്ട് ഇവിടെ യൂസ് ചെയ്ത ലേ ഔട്ട് വന്നിട്ട് ഇൻലൈൻ വിത്ത് ടെക്സ്റ്റ് പറഞ്ഞ ലേ ഔട്ട് ആയിരിക്കും. അപ്പോൾ ആ ഒരു ലേ ഔട്ട് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം അതിന് വേണ്ടിയിട്ട് പിക്ചർ ഫോർമാറ്റ് ടാബ് സെലക്ട് ചെയ്യാം. ഈ പിക്ചർ ഫോർമാറ്റ് ടാബ് വന്നിട്ട് നമ്മൾ ഈ പിക്ചർ സെലക്ട് ചെയ്താൽ മാത്രമേ വരുള്ളൂ. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ പിക്ചർ ഫോർമാറ്റ് ടാബ് കാണില്ല. നമ്മൾ ഈ ഒരു പിക്ചർ സെലക്ട് ചെയ്യുമ്പോഴാണ് ആ ഒരു ടാബ് നമുക്ക് വിസിബിൾ ആയിട്ട് വരുന്നത്. ഇതിനകത്ത് അറേഞ്ച് പറഞ്ഞ സെക്ഷനകത്ത് റാപ്പ് ടെക്സ്റ്റ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ ലൈൻ വിത്ത് ടെക്സ്റ്റ് പറഞ്ഞ ഓപ്ഷനാണ് നമുക്ക് കറൻ്റ്ലി വരുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇൻ ഫ്രണ്ട് ഓഫ് ടെക്സ്റ്റ് എന്ന് കൊടുക്കുന്നത്. അപ്പം ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പിക്ചറിനെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. ഇത് എവിടെയാണ് പൊസിഷൻ ചെയ്യേണ്ടത് അവിടെ കൊണ്ടുപോയിട്ട് പൊസിഷൻ ചെയ്ത് വെക്കാം. ഇപ്പം ഈ ഒരു പിക്ചർ മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അലൈൻമെന്റ് ഗൈഡ് വരും. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അലൈൻമെന്റ് ഗൈഡ് വന്നിട്ടില്ല. അപ്പോൾ അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിക്ചർ ഫോർമാറ്റിനകത്ത് അറേഞ്ച് പറഞ്ഞ സെക്ഷനിൽ അലൈൻ പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ആരോ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇതിനകത്ത് യൂസ് അലൈൻമെന്റ് ഗൈഡ്സ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മുടെ പിക്ചർ മൂവ് ചെയ്യുന്ന സമയത്ത് ഒരു ഗ്രീൻ കളർ ലൈൻ കാണുന്നുണ്ടാകും. അപ്പോൾ അത് നമുക്ക് കറക്റ്റ് അലൈൻ ചെയ്ത് വെക്കാൻ അതൊന്ന് ഹെൽപ്പ് ചെയ്യും. അതിന് നമ്മൾ അലൈൻമെന്റ് ഗൈഡ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ നമുക്ക് അലൈൻ ചെയ്തിട്ട് എവിടെയെങ്കിലും നമ്മുടെ പിക്ചർ സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് എവിടെയാണോ വേണ്ടത് സെറ്റ് ചെയ്യാം. അപ്പം ഞാൻ കുറച്ച് സെറ്റ് ചെയ്ത് നോക്കാം. ഷെയറിംഗ് ഈസ് കെയറിംഗ്. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളും കമ്പ്യൂട്ടർ സ്കിൽസിൽ അടിപൊളിയാവട്ടെ. നെക്സ്റ്റ് ടെക്സ്റ്റ് റാപ്പ് സെറ്റിങ്സ് എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്ന് പഠിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഏത് പിക്ചറിൻ്റെയാണോ ചേഞ്ച് ചെയ്യാൻ പോകുന്നത് അത് സെലക്ട് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ പിക്ചർ ഫോർമാറ്റിലോട്ട് പോയിട്ട് റാപ്പ് ടെക്സ്റ്റ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ ഓപ്ഷൻസ് ഇതിനകത്ത് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന അനുസരിച്ചിട്ട് ആ ടെക്സ്റ്റ് അതുപോലെ പിക്ചറും കൂടെ റാപ്പ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. ഒന്നില്ലെങ്കിൽ ഇതിലൂടെ പോകാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ പിക്ചർ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ ലേ ഔട്ട് ഓപ്ഷൻസ് വരും. അതിനകത്തും നമുക്ക് ആ ഒരു ഓപ്ഷൻസ് കാണാൻ കഴിയും. ഇപ്പം നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇൻ ഫ്രണ്ട് ഓഫ് ടെക്സ്റ്റ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ടെക്സ്റ്റിൻ്റെ ഫ്രണ്ടിൽ പിക്ചർ നിൽക്കുന്ന പോലെയാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇതുകൂടാതെ നമുക്ക് വേറെയും കുറേ ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ സ്ക്വയർ ആയിട്ട് നിൽക്കാൻ, അതുപോലെ ടൈറ്റ് ആയിട്ട് നിൽക്കാനും ഇങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഏതാണോ സെലക്ട് ചെയ്യണത് അതിനനുസരിച്ചിട്ട് അത് ചേഞ്ച് ആവും. അപ്പോൾ നമ്മളിവിടെ ഇത് സെലക്ട് ചെയ്തു, ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ പിക്ചറും അതുപോലെ ആ ടെക്സ്റ്റും അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും.
ഇനി നമുക്ക് ഈ ടെക്സ്റ്റിൻ്റെ പൊസിഷനൊക്കെ ചേഞ്ച് ചെയ്യാം. അതിനാണ് ഇവിടെ പൊസിഷൻ പറഞ്ഞൊരു ഓപ്ഷൻ കാണുന്നത്. അപ്പോൾ ഇതിൽ ചോദിക്കുന്നുണ്ട് ഒരു ഇൻലൈൻ വിത്ത് ടെക്സ്റ്റ് പറഞ്ഞ ഓപ്ഷൻ ആണെങ്കിൽ പിക്ചർ ഇൻലൈൻ ആയിട്ട് നിൽക്കും. പിന്നെ അതേപോലെ പൊസിഷൻ ഇൻ ടോപ്പ് ലെഫ്റ്റ് വിത്ത് സ്ക്വയർ ടെക്സ്റ്റ് റാപ്പിംഗ് പറഞ്ഞാൽ ടോപ്പ് ലെഫ്റ്റിൽ പോയിട്ട് ആ പിക്ചർ സെറ്റായി നിൽക്കും. അപ്പോൾ നമ്മൾ ഓരോ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് പിക്ചറിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഓരോ പൊസിഷനും ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനാണിത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ തന്നെ സെലക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പൊസിഷനിൽ അതവിടെ സെറ്റായി നിൽക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. അത് ഇതുപോലത്തെ ഉപകാരപ്രദമായ മറ്റു വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഞങ്ങൾക്ക് പ്രചോദനമാകും. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു പിക്ചർ എങ്ങനെ ക്രോപ്പ് ചെയ്യാമെന്നാണ്. അപ്പോൾ ആദ്യം ഏത് പിക്ചറാണോ ക്രോപ്പ് ചെയ്യേണ്ടത് അതാദ്യം സെലക്ട് ചെയ്യാം. അതിനുശേഷം പിക്ചർ ഫോർമാറ്റ് ടാബ് സെലക്ട് ചെയ്യാം. ഇതിനകത്ത് ക്രോപ്പ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇത് വരും. അപ്പോൾ ഇതിൽ നമുക്ക് വേണ്ട പിക്ചറിൻ്റെ ഒരു പാർട്ട് മാത്രം സെലക്ട് ചെയ്തിട്ട് ക്രോപ്പ് പറഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയും ക്രോപ്പ് ചെയ്യാം. പിന്നെ വേറൊരു മെത്തേഡ് പറയുന്നത് ക്രോപ്പ് ടു ഷേപ്പാണ്. ക്രോപ്പ് ടു ഷേപ്പ് പറഞ്ഞാൽ ഒരു ഷേപ്പിൽ അത് ക്രോപ്പ് ചെയ്ത് വരാം. അപ്പോൾ ഈ ലിസ്റ്റിൽ നമുക്ക് കുറേ ഷേപ്സ് കാണാം. അതിൽ ഏത് ഷേപ്പാണോ വേണ്ടത് ജസ്റ്റ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു ഷേപ്പ് സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഷേപ്പിലോട്ടായിരിക്കും അത് ക്രോപ്പ് ചെയ്തിട്ട് വരാം. പിന്നെ വന്നിട്ട് ആസ്പെക്ട് റേഷ്യോ ആണ്. നമുക്കൊരു റേഷ്യോ കൊടുത്തിട്ട് അതിനകത്ത് ക്രോപ്പ് ചെയ്ത് വരാൻ പറ്റും. അതിൽ സ്ക്വയർ ഉണ്ട്, പോർട്രേറ്റ് ഉണ്ട്, അതുപോലെ ലാൻഡ്സ്കേപ്പ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏത് റേഷ്യോ ആണോ വേണ്ടത് ആ റേഷ്യോ സെലക്ട് ചെയ്താൽ ആ റേഷ്യോയിൽ അത് ക്രോപ്പ് ചെയ്ത് വരുന്നതായിരിക്കും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഒരു പിക്ചറിന് എങ്ങനെ ബോർഡർ സെറ്റ് ചെയ്യാമെന്നാണ്. അപ്പോൾ ബോർഡർ സെറ്റ് ചെയ്യാൻ ആദ്യം പിക്ചർ സെലക്ട് ചെയ്യാം. പിക്ചർ ഫോർമാറ്റിൽ പോവാം. പിക്ചർ ബോർഡർ പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൻ്റെ ആരോയിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഏത് കളറാണോ വേണ്ടത് സെലക്ട് ചെയ്യാം. അതിന് മുമ്പ് നമുക്ക് ആ ഒരു പിക്ചറിൻ്റെ ബോർഡറിൻ്റെ വെയിറ്റ്, അതായത് എത്ര തിക്നെസ് വേണം സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ തിക്നെസ് സെലക്ട് ചെയ്യുന്നത് ആദ്യം നമുക്ക് റെഡ് കളർ സെലക്ട് ചെയ്തിട്ട് തിക്നെസ് നോക്കാം. ഇപ്പോൾ തിക്നെസ് നമ്മൾ സെലക്ട് ചെയ്യുന്നതനുസരിച്ച് അവിടെ തിക്നെസ് നമുക്ക് ഡിഫറൻസ് വരുന്നതായിരിക്കും. പിന്നെ ഈ ബോർഡർ ഡാഷസിൽ വേണോ അതുപോലെ ഡോട്ടഡ് ലൈൻസ് വേണോ എന്നുള്ള ഡീറ്റെയിൽസ് ആണ് ഡാഷസിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഏത് ബോർഡറാണോ വേണ്ടത് അത് ഇവിടുന്ന് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ഈ ഒരു ബോർഡർ തന്നെ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ബോർഡർ സെറ്റ് ചെയ്യാം. അതുപോലെ ഇനി പിക്ചറിൻ്റെ എഫക്ട്സ് ആണ് നോക്കാൻ പോകണം. പിക്ചർ എഫക്ട്സ് പറഞ്ഞാൽ നമുക്ക് പ്രീസെറ്റ് ഉണ്ട്, അതുപോലെ അത് നമ്മൾ സെലക്ട് ചെയ്യുന്നതനുസരിച്ച് അവിടെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അതുപോലെ ഷാഡോ ഉണ്ട്, ഷാഡോയിൽ ഔട്ടർ ഷാഡോ ഉണ്ട്, ഇന്നർ ഷാഡോ ഉണ്ട്, അതുപോലെ പെർസ്പെക്റ്റീവ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്നതനുസരിച്ച് അത് ഓരോന്നും അതിനനുസരിച്ച് മാറുന്നതായിരിക്കും. അതുപോലെ റിഫ്ലക്ഷൻ എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഏതെങ്കിലും സെലക്ട് ചെയ്തിട്ട് ആ ഒരു പിക്ചർ ഒന്നും കൂടി ഭംഗി വരുത്താവുന്നതാണ്. ഒരു ഗ്ലോ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ തൽക്കാലം ഒരു റിഫ്ലക്ഷൻ വയ്ക്കാം. പിന്നെ വരുന്നത് പിക്ചർ ലേഔട്ടാണ്. പിക്ചർ ലേഔട്ട് വന്നിട്ട് നമ്മുടെ ഈ തന്നിരിക്കുന്ന പിക്ചറിനെ ഒരു സ്മാർട്ട് ആർട്ട് ഗ്രാഫിക്കിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇതുപോലുള്ള മറ്റു ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഒരു പിക്ചർ ഏതൊക്കെ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാമെന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിക്ചർ സെലക്ട് ചെയ്യാം. പിക്ചർ ഫോർമാറ്റിൽ പോയി കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് പറഞ്ഞ സെക്ഷൻ ഉണ്ടാകും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കറക്ഷൻസ് വരുത്താം, അതായത് ബ്രൈറ്റ്നസ്, ഷാർപ്നെസ്, കോൺട്രാസ്റ്റ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ പറയുന്നത് കളറാണ്, അതായത് ഈ പിക്ചറിൻ്റെ കളർ ക്വാളിറ്റി നമുക്കൊന്നും കൂടി ഇമ്പ്രൂവ് ചെയ്യാം. പിന്നെ വരുന്നത് ആർട്ടിസ്റ്റിക് എഫക്റ്റ് ആണ്, അതായത് കുറച്ച് പിക്ചറിന് എഫക്റ്റ് ആഡ് ചെയ്യലാണ്. അപ്പോൾ നമുക്കത് ഓരോന്നോരോ നോക്കാം. അപ്പോൾ ആദ്യം കറക്ഷൻസ് എടുക്കുന്നുണ്ട്. അപ്പോൾ കറക്ഷൻസിൽ ബ്രൈറ്റ്നസ്സോ കോൺട്രാസ്റ്റ് ഒക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. നമ്മളിവിടെ സെലക്ട് ചെയ്യുന്ന അനുസരിച്ചിട്ട് അത് ചേഞ്ച് ആവുന്നതായിരിക്കും. ഇപ്പോൾ ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിക്ചർ ആയതുകൊണ്ടാണ് അത്ര ക്ലിയർ ഇല്ലാത്തത്. നമുക്ക് വേറൊരു പിക്ചർ ഇതിനകത്ത് ആഡ് ചെയ്യാം. അപ്പോൾ അത് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഇൻസേർട്ടിൽ പോവാം, പിക്ചേഴ്സ് എടുക്കാം, ഓൺലൈൻ പിക്ചേഴ്സ് എടുക്കാം. ഇതിൽ മ്യൂസിക് തന്നെ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ കുറച്ച് കളർഫുൾ ആയിട്ടുള്ള പിക്ചർ എടുക്കാം. ഇതെടുക്കാം, ഇൻസേർട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. സെലക്ട് ചെയ്ത് ഇനി കറക്ഷൻസിൽ പോയി കഴിഞ്ഞാൽ നമുക്കത് കളേഴ്സ് ചേഞ്ച് ആവുന്ന കാണാം. നമ്മൾ ഓരോന്നും മൂവ് ചെയ്യുന്ന അനുസരിച്ചിട്ട് നമ്മുടെ കളേഴ്സ് ചേഞ്ച് ആവുന്നതായിരിക്കും.
ഇപ്പോൾ ഏത് ബ്രൈറ്റ്നെസ് ആണ് ഇവിടെ ചേഞ്ച് ആവുന്നത്, അപ്പോൾ ഏതാണോ വേണ്ടത് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ വരുന്നത് കളറാണ്. അപ്പോൾ കളർ പറയുമ്പോൾ നമ്മൾ ബ്ലൂവിലാണ് നിൽക്കുന്നത്, ബ്ലൂ കളർ ടോണാണ്. പക്ഷെ ആ ഒരു കളർ നമുക്കിവിടെ ചേഞ്ച് ചെയ്യാം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡോ അക്വ ഓറഞ്ച്, ഇപ്പോൾ ഏത് ഷെയ്ഡ് വേണമെങ്കിലും നമുക്കത് റീകളർ ചെയ്യാവുന്നതാണ്. പിന്നെ വരുന്നത് ആർട്ടിസ്റ്റിക് ഇഫക്റ്റ് ആണ്. അപ്പോൾ ഇതിൽ ബ്ലറായിട്ട് കാണാൻ, അതുപോലെ പല രീതിക്ക് കാണാൻ, പെൻസിൽ സ്കെയിൽ ഗ്രേ സ്കെയിലായിട്ട് കാണാൻ, അതുപോലെ തന്നെ പെൻസിൽ സ്കെച്ചായിട്ട്, ഇപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കിവിടെ സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇത് വന്നിട്ട് ഗ്ലോ എഡ്ജസ് ആണ്. പിന്നെ ഇത് ഫോട്ടോ കോപ്പി, അതുപോലെ കട്ടൗട്ട്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഏതാണോ വേണ്ടത് ആ ഒരു രീതിക്ക് ഇവിടെ സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പിക്ചർ സ്റ്റൈൽസ് ആണ്. അപ്പം നമ്മൾ ഒരു പിക്ചർ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു പിക്ചർ ഫോർമാറ്റിലോട്ട് പോകും. അവിടെ പിക്ചർ സ്റ്റൈൽസ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കുറച്ച് ഡിഫോൾട്ട് ആയിട്ടുള്ള ഓപ്ഷൻസുകളുണ്ട്. അപ്പോൾ അതിൽ സെലക്ട് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ പിക്ചറിൻ്റെ ഫ്രെയിമൊക്കെ മാറിക്കൊണ്ടിരിക്കും. ഇതാണ് പിക്ചർ സ്റ്റൈൽസ് വരുന്നത്. നമ്മൾ ഏതാണോ സെലക്ട് ചെയ്യണത് ആ സെലക്ട് ചെയ്യുന്നതനുസരിച്ചിട്ട് ആ ഒരു പിക്ചറിൻ്റെ സ്റ്റൈല് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഏതാണെങ്കിലും സെലക്ട് ചെയ്യണം, ആ എടുത്ത് വയ്ക്കാം. ഇതാണ് പിക്ചർ സ്റ്റൈൽ വരുന്നത്. പിന്നെ ഇതിൽ വരുന്ന വേറൊരു ഓപ്ഷൻ പറയുന്നത് കംപ്രസ് പിക്ചറാണ്. അതായത് നമ്മുടെ പിക്ചറിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യാനാണ് കംപ്രസ് പിക്ചർ യൂസ് ചെയ്യുന്നത്. പിന്നെ ചേഞ്ച് പിക്ചർ, നമുക്ക് ഈ ഒരു പിക്ചർ മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും പിക്ചർ വേണമെങ്കിൽ അവിടെ ചേഞ്ച് പിക്ചറിൽ പോയിട്ട് ചെയ്യാം. പിന്നെ വരുന്നത് റീസെറ്റ് പിക്ചർ, നമ്മൾ ഏതെങ്കിലും സൈസോ എന്തെങ്കിലുമൊക്കെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് റീസെറ്റ് ചെയ്യാനാണ് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. പിന്നെ റീസെറ്റ് പിക്ചർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഏത് രീതിയിലായിരുന്നു ആ ഒരു രീതിയിലോട്ട് അത് റീസെറ്റ് ആവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിക്കാനുള്ളത്. നിങ്ങളുടെ കമ്പ്യൂട്ടർ സ്കിൽസ് കൂടുതൽ കാര്യക്ഷമമാക്കുവാൻ ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ് അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിൽ ഇന്ന് തന്നെ എൻറോൾ ചെയ്യൂ. വിദഗ്ധരായ അധ്യാപകർ, മോഡേൺ ഫെസിലിറ്റീസ്, സൗകര്യപ്രദമായ ലൊക്കേഷൻ, മാന്യമായ ഫീസ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് സർട്ടിഫിക്കേഷൻ എന്നിവ ഞങ്ങളുടെ പ്രത്യേകതകളാണ്. നമ്മളിപ്പോൾ പഠിച്ച ക്ലാസ്സിൻ്റെ ഒരു സമ്മറിയാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ആദ്യം പഠിച്ചത് ടെക്സ്റ്റ് റാപ്പിങ്ങിനെ കുറിച്ചിട്ടാണ്. അതുപോലെ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള കുറച്ച് ടെക്സ്റ്റ് റാപ്പിംഗ് ഉണ്ട്, അത് ഏതൊക്കെയാണെന്നും അതെങ്ങനെ നമ്മുടെ ഡോക്യുമെൻറ്റിൽ കൊണ്ടുവരാമെന്ന് നമ്മൾ പഠിച്ചു. പിന്നെ ഇതിനകത്ത് എങ്ങനെ ഒരു ഇമേജ് ഇൻസേർട്ട് ചെയ്യാമെന്ന് പഠിച്ചു. ഇൻസേർട്ട് ചെയ്ത ഇമേജ് എങ്ങനെ ക്രോപ്പ് ചെയ്യാം, അതുപോലെ അതിൻ്റെ ബ്രൈറ്റ്നെസ് കോൺട്രാസ്റ്റ് ഒക്കെ എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്ന് പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചത് ഒരു പിക്ചറിന് എങ്ങനെ ബോർഡർ സെറ്റ് ചെയ്യാമെന്നാണ്. ബോർഡർ സെറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ആർട്ടിസ്റ്റിക് എഫക്ട്സ് ഒക്കെ എങ്ങനെ ചേഞ്ച് ചെയ്യാം, അതുപോലെ ആ പിക്ചറിൻ്റെ സ്റ്റൈൽസ് ഒക്കെ എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്ന് പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചത് ഒരു പിക്ചർ എങ്ങനെ അതിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യാമെന്നാണ്, അതായത് കംപ്രസിങ്ങിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിച്ചത്.